ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളൊരു പെറ്റ്സുകൾ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ലൊക്കേഷൻ. 6000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. 6000 ആണ് ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ലോ ബഡ്ജറ്റിൽ ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 40 ദിവസം പ്രായമുള്ള ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പി. അർജൻറ്റ് സെയിലാണ്, അവർക്കിപ്പോൾ നോക്കാനാളില്ല, അത് കാരണമാണ് അർജൻറ്റായിട്ട് കൊടുക്കുന്നത്. ഫീമെയിൽ പപ്പിന് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളം ജില്ലയിൽ തോപ്പുംപടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു മദർ ക്യാറ്റും അതേപോലെ ഒരു കിച്ചണാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 5000 രൂപേൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. കിച്ചൺ 5 ദിവസം പ്രായമായിട്ടുള്ളൂ. എറണാകുളമാണ് ലൊക്കേഷൻ. ഈ മദർ ക്യാറ്റും ആ കിച്ചൺ അടക്കം 5000 രൂപയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. എറണാകുളം ജില്ലയിൽ തോപ്പുംപടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴികളും അതേപോലെ തന്നെ പ്രാവുകളാണ്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 4 മാസം പ്രായമുള്ള 5 നാടൻ പൂവൻ കോഴികളാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് വെറും 300 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. മലപ്പുറമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 4 മാസമായതാണ്. പൂവനാണ്, 5 പൂവനാണ് കൊടുക്കാനുള്ളത്. പീസ് റേറ്റ് 300 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് മലപ്പുറത്തുനിന്ന് നാടൻ കോഴിയും അതേപോലെ പ്രാവുകളും സെയിലിനായിട്ട് വന്നിട്ട് സെയിം ബ്രീഡർ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ബർപ്പൻ, സിറാസ്, മുഗിയുടെ ഒക്കെ ചിക്സ്. പീസ് റേറ്റ് 250 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. സെയിം ബ്രീഡർ, മലപ്പുറം തന്നെ ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രാവിനെയും നാടൻ കോഴിനെയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നത്. ബർപ്പനും സിറാസും മുഗിയൊക്കെ 250 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളവർ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മൊത്തം 25 ബേഡുകൾ പ്ലസ് 4 കേജ് വിത്ത് സ്റ്റാൻഡ് ഇടയ്ക്കാണ് അവർ 10000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിൽ ബേഡുകൾ വന്നിരിക്കുന്നത് ഒരു പെയർ കൊബാൾട്ട് മാസ്ക്, ഒരു പെയർ ബ്ലൂ മാസ്ക് ആഫ്രിക്കൻ ലവ് ബേഡ്, അതേപോലെ ലുട്ടിനോ കോക്ടെയിൽ പറഞ്ഞാൽ ഫീമെയിൽ, അങ്ങനെ 5 ബേഡ്. പിന്നെ 8 വൈറ്റ് ഫിഞ്ചസ്, 8 ബംഗാൾ ഫിഞ്ചസ്, 2 ലവ് ബേഡ്, 2 സീബ്ര ഫിഞ്ചസ്, അങ്ങനെ ബേഡുകളും പിന്നെ 4 കേജും വിത്ത് സ്റ്റാൻഡും ഇടയ്ക്കാണ് 10000 രൂപയാണ് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ്. അപ്പോൾ ഈ കേജും ബേഡ്സിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടാവില്ല, എന്നാലും നല്ല റേറ്റ് കുറവിനൊക്കെയാണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. അടുത്ത നമുക്ക് പ്രാവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 3 ഓസ്ട്രേലിയൻ വൈറ്റ്. അത് പീസ് റേറ്റ് 300 രൂപയാണ് ചോദിക്കുന്നത്. ഓസ്ട്രേലിയൻ വൈറ്റിൻ്റെ റേറ്റ് പീസ് റേറ്റ് 300 രൂപ. മുഗി പീസ് റേറ്റ് 200 രൂപ. അതേപോലെ ക്രോസ് പ്രാവുകൾ പെയറിന് 250 രൂപയാണ് ചോദിക്കുന്നത്. 4 പെയർ ക്രോസ് പ്രാവുകളുണ്ട്, 3 ഓസ്ട്രേലിയൻ വൈറ്റ് ഉണ്ട്, ഒരു മുഗി ഉണ്ട്. മൊത്തമായിട്ട് ഒരുമിച്ച് എടുക്കണമെങ്കിൽ 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പീസ് റേറ്റ് ഓസ്ട്രേലിയന് 300 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബ് സാപ്സോൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ലാബ് സാപ്സോൻ്റെ മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കാഞ്ചേരിയിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഈ പപ്പീസ് അല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ മെയിൽ പപ്പീസും ഉണ്ട്, ഫീമെയിൽ പപ്പീസും ഉണ്ട്. ഇവിടെ ലാബ് സാപ്സോൻ്റെ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ലാബ് സാപ്സോൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്.
ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല കളർ കോമ്പിനേഷനുള്ള പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നമുക്ക് സെയിം ബ്രീഡറിൽ നമുക്ക് ജർമ്മൻ ഷെപ്പേർഡിന്റെ പപ്പീസും വന്നിട്ടുണ്ട്. 7500 രൂപയാണ് ഒരു പപ്പിയുടെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡിന്റെ ഫീമെയിൽ പപ്പീസ് മാത്രമാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അടുത്ത് പാണ്ടിക്കാടാണ് ലൊക്കേഷൻ. ഓൾ ഇന്ത്യ ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഫാൻഡേലിൻ്റെ ബ്രീഡിംഗ് പെയർ വിത്ത് 1 ചിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ് അതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. കുറച്ചധികം പ്രാവുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ബ്രീഡറുടെ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പ് നമ്പറാണ് മാക്സിമം. അടുത്ത് വന്നിരിക്കുന്നത് ഒരു നാടൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് അവർ 200 രൂപയാണ് ചോദിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ചൈനീസ് ആളുടെ ഒരു ബ്രീഡിംഗ് പെയർ വിത്ത് 1 ചിക്കാണ്. 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ചൈനീസ് ആളുടെ ബ്രീഡിംഗ് പെയർ വിത്ത് 1 ചിക്ക് 1000 രൂപ. അടുത്ത് വന്നിരിക്കുന്നത് ഫാൻഡേലിൻ്റെ 2 ചിക്സാണ് വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് 400 രൂപയാണ്. ഈ പെയറിൻ്റെ റേറ്റ് ഫാൻഡേലിൻ്റെ ഒരു ജോഡി ചിക്സിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 400 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് അവിടെ തന്നെ സെയിം ബ്രീഡർ എന്ന് നമുക്ക് മുഗിയാണ് കൺഫേം ബ്രീഡിംഗ് പെയർ. 500 രൂപയാണ് മുഗിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. കൺഫേം ബ്രീഡിംഗ് പെയർ. ഇത് വന്നിരിക്കുന്നത് ഫാൻഡേൽ ബ്രീഡിംഗ് പെയർ. ഇതിൻ്റെ റേറ്റ് അവർ 1500 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് നാടൻ പ്രാവാണ്, ബ്രീഡിംഗ് പെയറാണ്. 200 രൂപയാണ് പെയറിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ. അടുത്ത് വന്നിരിക്കുന്നത് ലാഹോറീസ് ആണ്, കൺഫേം ബ്രീഡിംഗ് പെയർ. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 1100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് 11ഓളം നാടൻ പ്രാവുകളുണ്ട്. 11 നാടൻ പ്രാവുകൾ 1300 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ബൾക്കായിട്ട് എടുക്കുമ്പോൾ 11 എണ്ണം 1300 രൂപ. അപ്പോൾ ഈ ബേഡുകളുടെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് വന്നിരിക്കുന്നത് മുഗി 300 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. മുഗി 300 രൂപ. ചൈനീസ് ഔള് പെയറിൻ്റെ റേറ്റ് 700 രൂപ. അതേപോലെ സാറ്റി ഒരു കൺഫേം ബ്രീഡിംഗ് പെയർ 1000 രൂപ. അപ്പോൾ ഇവിടെ മൊത്തം ഒരു 20ഓളം ഫാൻസി പ്രാവുകൾ മാത്രമായിട്ട് കൊടുക്കാനുണ്ട്. ബൾക്കായിട്ട് 20 എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് 300 വെച്ച് അവർ കൊടുക്കുന്നതായിരിക്കും. ഓൾ ഇന്ത്യ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. 20ഓളം ഫാൻസി പ്രാവുകൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് 300 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരു അഡൽട്ട് ഫീമെയിൽ കാറ്റാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 5500 രൂപയാണ് ഈ ഫീമെയിൽ കാറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡൽട്ട് ഫീമെയിൽ കാറ്റിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. നിങ്ങൾ ബ്രീഡേഴ്സിനൊക്കെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാത്ത പോലെ ബ്രീഡേഴ്സിനൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബ്രീഡേഴ്സിൻ്റെ എല്ലാവരും നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിൽ മോർ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. മോർമ്മ ക്ലിക്ക് ചെയ്താൽ നമ്പർ കിട്ടും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബോക്സറിൻ്റെ 8 മാസം പ്രായമുള്ള ഒരു മെയിൽ ഡോഗാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. സെമി അഡൽട്ട് മെയിൽ 8 മാസം പ്രായമുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നോൺ സർട്ടിഫൈഡ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് 12000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട്. ജർമ്മൻ ഷെപ്പേർഡ് ലോങ് കോട്ടിൻ്റെ പപ്പീസായിട്ട് എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഡാൽമാഷിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഒരു മെയിൽ പപ്പിയും 3-4 ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. പാലക്കാടാണ് ലൊക്കേഷൻ. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 8000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഡാൽമാഷിൻ്റെ മെയിൽ പപ്പീസും ഉണ്ട്, ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ പപ്പീസിനെ കിട്ടാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 8000 രൂപയാണ് ചോദിക്കുന്നത്. നല്ല ക്യൂട്ട് ഡാൽമാഷൻ പപ്പീസ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. നാടൻ പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കുമരകം അടുത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫ്രീ അഡോപ്ഷനാണ്. ഈ പപ്പീസിനൊക്കെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോട്ടയം ജില്ലയിൽ കുമരകം അടുത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫ്രീ അഡോപ്ഷൻ നാടൻ പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പപ്പീസിനൊക്കെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. മെയിൽ പപ്പി ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്.
അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പർക്ക് വീഡിയോസും റേറ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.